രേണുവിന് ക്യാൻസറും ഇല്ല, ഒരു ചുക്കും ഇല്ല. എല്ലാം ശ്രദ്ധ നേടാൻ വേണ്ടി രേണുവിന്റെ കള്ളക്കളികൾ. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. രേണു സുധിയുടെ ക്യാൻസറെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള വാർത്തകൾ. ഈ വാർത്തകളിലൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞത് രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടായി എന്നൊരു വാർത്തയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയി എന്നൊക്കെയാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് രേണു സുധിയുടെ ക്യാൻസർ പച്ചക്കള്ളമാണ് രേണു പറഞ്ഞത് എന്നാണ്. അത് ക്യാൻസർ ഉണ്ടായി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പുള്ളിക്കാരിയാണ് വീണ്ടും രേണുവിന് ക്യാൻസർ ഇല്ല എന്നൊരു വാർത്ത വീണ്ടും ഉണ്ടായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓടുന്നൊരു ഇതാണ് രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ല. രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കറിയേണ്ട പ്രശ്നമല്ല എന്നും പറയുന്ന ആൾക്കാരുണ്ട്. രേണു സുധി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അവര് ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടെന്ന് പറയാം, ഇല്ല ഇല്ലെന്ന് പറയാം. ആ സോഷ്യൽ മീഡിയയിലുള്ള ഇതങ്ങ് തീരും. പക്ഷെ ഇപ്പം ഇതെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. എല്ലാം രേണുവിന്റെ കളികളാണ്, രേണു എല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ. ഇതേക്കുറിച്ച് രേണു ഒന്നും മിണ്ടുന്നുമില്ല. ഒരുപക്ഷെ ഇതാരോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതായിരിക്കാം, ഇല്ലെങ്കിൽ ഇവർക്ക് ഇതുണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ. എന്നിരുന്നാലും രേണുവിന് ക്യാൻസർ ഉണ്ടായി എന്ന വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമാണിപ്പോൾ. എവിടെ ഏത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും രേണുവിന്റെ വീഡിയോ ആണ് കാണുന്നത്. രേണുവിന് ക്യാൻസറെ കുറിച്ചാണ്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, രേണു ഇതേക്കുറിച്ച് ഒരു വാക്ക് മിണ്ടുന്നില്ല. രേണു ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ക്യാൻസർ കഥ അവിടെ തീരും. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നിരുന്നാലും രേണു ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ടതാണ്. നമ്മളൊന്നും പറയാതെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതേ ഇത് തന്നെ ഇട്ട് ചെയ്യും. പക്ഷെ രേണുവിനോട് ചോദിക്കുമ്പോൾ എല്ലാം രേണു ഒഴിഞ്ഞു മാറുക. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ആദ്യമൊക്കെ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു ഉണ്ടെന്ന് പറയും, പിന്നെ ഇല്ലെന്ന് പറയും. ഇങ്ങനെയാണ് രേണു പ്രതികരിക്കുന്നത്. ഉണ്ടെന്നും പറയുന്നതിലേ ഇല്ലെന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോ ഉണ്ടാകും. താങ്ക് യു, ബൈ ബൈ.